ആയുഷ്, എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടമായി. എന്ത് രസമാണ് കാണാൻ. ഞാൻ കുഞ്ഞിലേ മുതൽ ആഗ്രഹിക്കുന്ന ഇതും കൂടെ ഒന്ന് വരുന്നുണ്ട്. പക്ഷേ ഇഷ്ടമില്ലാത്ത ആളുടെ ഒപ്പം വരുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. ഇഷ്ടമില്ലാത്ത ആരോ? അതാരാ? ആയുഷിനെ എനിക്ക് ഇഷ്ടമാണല്ലോ. പിന്നെ പണ്ട് നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലോ. എന്നെ കണ്ടപ്പോൾ തന്നെ നിനക്ക് ഇഷ്ടമായി. ഓ അങ്ങനെ. ഞാൻ വേറെ കുറെ ചിന്തിച്ചു പോയി. അതിപ്പോ ഞാൻ മാത്രമൊന്നുമല്ല, ഇങ്ങനത്തെ മൊട്ട സ്വഭാവമുള്ള എണ്ണങ്ങളുടെ അടുത്ത് ചില ഏത് പെണ്ണുങ്ങളായാലും നിന്ന് വീഴ്ത്തുള്ളൂ. അതിപ്പോ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ അവരുടെ തനിച്ചും മനസ്സിലാവുമ്പോ ഇട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. ഇപ്പൊ നീ പറയുന്നത് നീ പകുതി വെച്ച് ഇട്ടിട്ട് പോകുന്നാണോ? അപ്പൊ നീ അത്രക്കും ഉള്ളൂല്ലോ എന്നോടുള്ള സ്നേഹം. ഞാൻ വെറുതെ പറഞ്ഞാണേ. അങ്ങനെ എനിക്ക് ഇട്ടിട്ട് പോണെങ്കിൽ എനിക്ക് മുമ്പേ ആകായിരുന്നു. നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ദേഷ്യം ഉണ്ടാകുന്നുള്ളത് കറക്റ്റാ. അത് എന്നോടുള്ള എൻ്റെ ജോലിയോടുള്ള ദേഷ്യം കാരണവും അതുപോലെ തന്നെ നിങ്ങൾ അന്ന് എനിക്ക് തന്ന പണിഷ്മെൻറ്റും അതെല്ലാം കൂടെ ഓർത്തിട്ട് ആണ്. പക്ഷേ ഒരിക്കൽ പോലും എനിക്കിനി നിങ്ങളെ ഹേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കിപ്പോഴും അറിയാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, ഇത്രയും ഹേറ്റ് ചെയ്ത ഒരാളെ എങ്ങനെ എനിക്ക് പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റി? അപ്പോൾ എൻ്റെ ഉള്ളിൽ ആയുഷിനോട് ഇഷ്ടമുണ്ടായിരുന്നു പണ്ടേ മുതൽ. അത് എനിക്കും ക്ലിയർ ആവാത്തൊരു ചോദ്യമാണ്. നമ്മളിനി അതൊന്നും ആലോചിക്കണ്ട. നല്ലൊരു ഇവന്റ് വന്നല്ലേ. അതെ, പറഞ്ഞു പറഞ്ഞ് എവിടെ വരെ എത്തിയില്ലേ? നല്ല മഴ പെയ്യാൻ പോവാന്ന് തോന്നുന്നു. നമുക്ക് അകത്തേക്ക് കയറിക്കണ്ടോ? നമ്മളിതുവരെ സ്വിറ്റ്സർലൻഡിലെ മഴ നനഞ്ഞിട്ടില്ല അല്ലേ? സാറാ, ആഹാ, നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ എൻ്റെ ഭാവി അമ്മായിയമ്മേനൊക്കെ ഒന്ന് കാണാൻ വന്നേ. എന്നിട്ട് അമ്മയമ്മേനെ കണ്ടോ? പിന്നെ കാണാതെയോ? ഞാൻ കണ്ടു. അമ്മായിമ്മത് എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനകത്ത് കയറിപ്പോയേക്കാം. ഞാൻ സഹായിക്കണമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതെവിടെ നിന്ന്? അതെന്താടാ, നിനക്ക് മോളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെന്താ? എനിക്കിഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല. ഇവിടെ കണ്ട എനിക്ക് ഇഷ്ടമല്ലേ തോന്നുള്ളൂ. പിന്നെ ഓഫീസിൽ ഇവിടെ കണ്ടില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി. എന്തായാലും വന്നല്ലേ, വാ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന. ഫുഡൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. പിന്നെ മോളാ പറഞ്ഞത് നീ ഉച്ച കഴിഞ്ഞാൽ എന്തായാലും വരുമെന്ന്. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോട്ടെ എന്നോർത്ത് ഞങ്ങൾ കുറച്ചു നേരം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാന്നോർത്ത്. പിന്നെ എന്റെ ഭാര്യയ്ക്ക് എന്നെ അറിയത്തില്ലേ? അതെനിക്ക് നേരത്തെ മനസ്സിലായി. എന്താവാ ഫുഡ് കഴിക്കാൻ? എനിക്ക് നല്ല വിശപ്പുണ്ട്. നിന്റെ വീട്ടില് നീ നമ്മളെ പറ്റി വല്ലോ പറയൂ, എന്തെങ്കിലും ചോദിക്കോ, എന്തെങ്കിലും ചെയ്തായിരുന്നോ? അത് പറയാനാ ഞാൻ വന്നത് തന്നെ. അച്ചായി
ഇവിടെ ഇല്ല. അച്ചായി പുറത്തേക്ക് പോയിരിക്കാം. സോ അച്ചായിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ വിലക്ക് വരുത്തത്തുള്ളൂ. പുള്ളിക്ക് ലവ് മാരേജിനോടൊന്നും താല്പര്യമില്ല. അപ്പം ഞാനോർത്തു ഇപ്പം അച്ചായില്ലാത്ത സ്ഥിതിക്ക് അമ്മയല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങളോട് പെണ്ണ് കാണാൻ വരാൻ പറയാമെന്ന്. അങ്ങനെയാകുമ്പോൾ ബ്രോക്കർ വഴി വല്ലതും കിട്ടിയതാണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാമെന്ന് ഓർത്തു. അതാകുമ്പോൾ പിന്നെ അച്ഛയും സമ്മതിച്ചോളൂ. മോൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ പെണ്ണ് കാണാനെന്നും പറഞ്ഞ് വരാം. പക്ഷെ എന്നാലും ലവ് മാരേജ് എന്ന് പറയാണ്ടിരിക്കുന്നത് മോശമല്ലേ? നമ്മളെ സത്യം പറഞ്ഞെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഇച്ചായന് പിന്നെ നിങ്ങളുടെയൊക്കെ അറിയാമെന്ന് തോന്നുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മേനൊക്കെ. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. അതമ്മയ്ക്ക് അച്ചായനെ അറിയാത്തോണ്ടാ. അച്ചായ ഇത്തിരി മുരട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. പ്രത്യേകിച്ചും ലവ് മാരേജ് ഒന്നും സെറ്റ് ആവില്ല. പിന്നെ അറേഞ്ച്ഡ് മാരേജ് തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ വെറുതെ ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ. പ്ലീസ് അമ്മ, പ്ലീസ്. അതും ശരിയാ ശ്രീ. അവള് പറയുന്ന പോലെ അച്ഛയുടെ സ്വഭാവം നമുക്കറിയില്ലല്ലോ. നിങ്ങൾ എന്നെ ഫുഡ് കഴിക്കുക. ഞാൻ ഇച്ചായനോട് സംസാരിച്ചിട്ട് എല്ലാം പറയാട്ടോ. താങ്ക് യു അമ്മ. എൻ്റെ പൊന്നു മോളെ, എനിക്ക് എന്തിനാ താങ്ക് യു ഒക്കെ? നിങ്ങളൊക്കെ എൻ്റെ മോളെ പോലെ തന്നെയാണ്. സാറ് മോള് വന്നു കയറിയപ്പോഴും എനിക്ക് പുതിയൊരു മോളെ കിട്ടിയ പോലെയാ. നീയും എൻ്റെ പുതിയ മോളാ. പിന്നെ ആരതിയുടെ കാര്യം, അവളെനിക്ക് മോനെ പോലെയാ. അവളുടെ സ്വഭാവം അങ്ങനെയാണേ, കണ്ടാലേ അങ്ങനെ തോന്നുള്ളൂ. ഓഫീസിൽ പോലെ എനിക്ക് മര്യാദ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിന്നെ ഓർത്തിട്ട് നിന്നെ കാണണം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. എനിക്കങ്ങനെ തന്നെയാ. എനിക്ക് നിങ്ങളെ എപ്പോഴും ഓർമ്മ വരും. എന്താണെന്നറിയില്ല. ആ, അങ്ങനെയാണെങ്കിൽ ആവശ്യന്റെ വായിക്കണേക്കാം. പോടാ, ഞാൻ അങ്ങനെ പണി ശ്രദ്ധിക്കാണ്ടിരുന്നിട്ടൊന്നുമല്ല ഇതുവരെ. എല്ലാ പണിയും കൃത്യമായിട്ടാണ്. അങ്ങനെ ചെയ്താൽ നിനക്ക് കൊള്ളാം, അല്ലേ നിന്റെ പണി പോവും. അല്ല, പറഞ്ഞ പോലെ സാറേയും ആയുഷും ഇങ്ങോട്ട് പോയതാ. അവൾ എൻ്റെ അടുത്തൊന്നും മെസ്സേജ് പോലും അയച്ചില്ല. രണ്ടുപേരും ഹണിമൂൺ ആഘോഷിക്കാൻ സ്വിറ്റ്സർലാൻഡിൽ പോയതാ നീ. പിന്നെ അവള് ഫോൺ എടുക്കാത്ത ചിലപ്പോ സർപ്രൈസ് ആയിട്ട് അവൾക്ക് കൊടുത്തേ, അതിന്റെ ആയിരിക്കും. നമ്മൾ എപ്പോഴാണോ ഈ ഹണിമൂണിനൊക്കെ പോണം? അല്ല, അത്ര വലിയ ചിന്തയിലേക്കൊക്കെ പോണോ ദാസ? അല്ല, ഇവിടേക്ക് നിന്നാ പോരെ ഹണിമൂണിനൊക്കെ പറയുമ്പോ. അതിനൊന്നുമല്ല. പിന്നെ അങ്ങനെയാണല്ലോ എല്ലാവരും അങ്ങോട്ട് പോണത്. ഹണിമൂണിന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പിൾസ് അങ്ങോട്ട് ടൂർ പോയി നല്ല അടിച്ചു പൊളിക്കണേനാണ്. ഓഹോ, അപ്പോ അങ്ങനെയാണല്ലേ? അപ്പൊ വീട്ടിലായാലും കല്യാണം കഴിച്ചാൽ നമുക്ക് ഹണിമൂൺ ചെയ്യാം അല്ലേ? പോകാൻ പറ്റും. എവിടെയാണല്ലോ നമുക്ക് പോകാലോ. അല്ല, നീ കല്യാണത്തിന് മുമ്പ് അത് ആരോ ഞാൻ ഉദ്ദേശിച്ചത് കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും കപ്പിൾസ് ടൂർ പോകും. അല്ലാണ്ട് ബാക്കി പറ. എനിക്ക് കുളിക്കണം. ഞാൻ പോയി കുളിക്കട്ടെ. പോണ്ട, നിന്നെ ഇങ്ങനെ നോക്കി കിടക്കാൻ എന്ത് രസാ. അയ്യേട്ടാ, ഒലിപ്പിക്കല്ലേ. എനിക്ക് പോവാൻ നോക്ക്, എനിക്ക് കുളിക്കണം. എന്താടി ഒരു കിസ്സേനും തന്നിട്ട് പോവും? ഇന്നലെ കിട്ടിയില്ലേ, അത് പോരെ? ഇനി വേണം? പോരാ, എനിക്ക് ഇനിയും വേണം, ഇനിയും വേണം. അയ്യോ, ഇതിന് ഭ്രാന്തായി തോന്നണേ. ഡീ, നിന്നെ ഞാൻ അയ്യോ, നാട്ടെ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വന്നേ.
ആയുഷ് നിർത്തരുത്, ഇവിടെ നിർത്ത്. ഇവിടെ എന്താ? നീ കണ്ണുണ്ടോ? അവിടെ ഫ്രീ ആയിട്ടൊരു പാർക്ക് ഉണ്ട്, വാ. നിനക്കെന്താ വട്ടായോ? പാർക്കൊക്കെ പിള്ളേർക്ക് കണ്ടില്ലേ, ഇങ്ങോട്ട് പോണെന്തിനാ? ആയുഷിന് വന്നെങ്കിൽ വാ, ഞാൻ എപ്പോഴും കൊച്ചുകുട്ടിയാണ്, എനിക്ക് കളിക്കാൻ പറ്റുമൊക്കെ ചെയ്യും, ഞാൻ പോവാ. എന്റെ പൊന്നോ, ഞാനും വരാം, വെയിറ്റ്. ഉൻ കണ്ണുകളും എൻ പാദമും പയണം തീരാതെ തുടരും കഥയാകും. ഞാൻ പാടുമാറീരാരോ നീ ഇன்றி വേറെ യാരോ. അന്ന് രാത്രി അവര് ഒരു നൈറ്റ് ഹൈക്കിങ്ങിനായി പോയി. എന്താലേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. സത്യം, ഞാൻ ഒട്ടും ഓർത്തില്ല. ഞാനേ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ആ ശരിയാ, നല്ല വിശപ്പുണ്ട്. How did that girl fall down such a suddenly? Excuse me, why so crowd? We don't know. We heard only a sound of a girl falling down. Yeah, and that girl who was wearing purple dress. ആരാ പർപ്പിള്? ഇല്ല, അത് സാറായിരിക്കില്ല. സാറാ, സാറാ, പ്ലീസ് സെർച്ച് ഫോർ ഹിയർ. സാറാ, സാറാ, പോവെന്ന് പറഞ്ഞല്ലേ, നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോവാൻ നിന്ന്? കാട്ടിൽ ഞാൻ നിന്നെ ഇനി എവിടെ തപ്പാനാ? എവിടെ തപ്പില്ല നിന്നെ?